ഹലോ, ഇന്നൊരു അടിപൊളി സ്വീറ്റുമായിട്ടാണ് ഞാൻ വന്നേക്കണേ. അത് നമ്മുടെ വെറ്റില ഉണ്ടല്ലോ, വെറ്റില പാൻ എന്ന് പറയും ഇവിടെ. വെറ്റില കൊണ്ടുള്ള ഹൽവയാണ്, പാൻ ഹൽവ. അപ്പോൾ നമ്മൾ വെറ്റിലയൊക്കെ കൊണ്ടുവന്ന് നല്ലതുപോലെ കഴുകി ഇനി അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചതിന് ശേഷം ഒരു ഫ്രൈങ് പാനിലേക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് അതൊന്ന് അരിച്ചൊഴിക്കാം. വെറ്റിലയിൽ ഒരുപാട് ഔഷധമൂല്യങ്ങളുള്ളതാണ്. ചുമ ജലദോഷത്തിനൊക്കെ കുട്ടികൾക്ക് വെറ്റില നീര് തേൻ ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ വയസ്സായവരൊക്കെ മുറുക്കാൻ ഉപയോഗിക്കുന്നത് വെറ്റിലയാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് വെറ്റിലയ്ക്കകത്ത്. ഈ വെറ്റില നീരിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്തത്. ഒരു തേങ്ങയുടെ പാലാണ് എടുത്തേക്കണേ. അതിൽ മുക്കാൽ ഭാഗം നമ്മൾ വെറ്റില നീരിൽ ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചു. ബാക്കിയുള്ളതിൽ 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. അതിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. അതായത് ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇനി നമ്മുടെ വെറ്റില തേങ്ങാപ്പാലും വെറ്റില നീരും കൂടെ ഇത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ആ കലക്കി വെച്ച അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും കട്ട പിടിക്കാൻ പാടില്ല. കൈയെടുക്കാതെ ഇളക്കണം എന്നാണ് പറയുക. ഇളക്കി കുറേ നേരം ഇരുന്ന് ഇളക്കി ഉണ്ടാക്കുന്നതാണ് ഈ ഹൽവയൊക്കെ. വെറും തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് ആദ്യമൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഹൽവ ഉണ്ടാക്കി തരാറുണ്ട്, അരിപ്പൊടി ചേർത്തത്. അതിൽ കളറൊന്നും ഉണ്ടാവില്ല, വൈറ്റ് കളറായിരിക്കും. നല്ല ടേസ്റ്റാണ് അതിന്. ഒരുവിധം കട്ടയായി വന്നപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തു. അന്നൊക്കെ കൈയെടുക്കാതെ ഇളക്കണം എന്ന് പറയണത് അന്നൊക്കെ ഉരുളിയിലും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ അടുക്കി പിടിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇന്നൊക്കെ നമ്മൾ ഫ്രൈങ് പാനിൽ ഉണ്ടാക്കണോണ്ട് അങ്ങനെ അങ്ങ് കട്ട പിടിക്കുകയൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കിയാൽ മതി. കുറേ അധികം സമയം എടുക്കും ഇതിന്. അറ്റ്ലീസ്റ്റ് ഒരു 1 ഹവറെങ്കിലും എടുക്കും. അങ്ങനെ കുറച്ചും കൂടെ കട്ടയായി വരുമ്പോൾ നമുക്ക് ഒരു 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പുറത്ത് നല്ല അടിപൊളി മഴയാണ്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ ടൈറ്റായി. ഞാനിതിനകത്ത് ഏലക്കപ്പൊടിയൊന്നും ചേർക്കണില്ല. സാധാ ഹൽവ ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയുടെ ഉണ്ടാക്കുമ്പോൾ ഏലക്കപ്പൊടി ചേർക്കും. ഇത് നമ്മുടെ പാനിൻ്റെ നല്ലൊരു മണം ഉണ്ടായിരിക്കും. വെറ്റിലയുടെ ഫ്ലേവർ ഇതിനുള്ളത് കൊണ്ട് ഞാൻ ഏലക്കപ്പൊടി ചേർക്കണില്ല. ഇനി നമ്മളിതിൽ കുറച്ച് കാഷ്യൂ നട്ടാണ് ഇട്ട് കൊടുത്തത്. കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് ഒന്നും കൂടെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല വെറ്റിലയുടെ നീരാണ് ചേർത്ത് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കളറൊന്നും ചേർക്കേണ്ട, സ്വാഭാവികമായ ഗ്രീൻ കളർ തന്നെ കിട്ടുന്നതായിരിക്കും. ഒരുവിധം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇതൊരു മോൾഡിലേക്ക് മാറ്റുകയാണ്. ഞാനൊരു ഗ്ലാസ് മോൾഡിലേക്കാണ് മാറ്റണേ. നല്ലതുപോലെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. തണുക്കുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം തണുത്തു. ഇനി ഡീമോൾഡ് ചെയ്യാം. ഇനി നല്ല സ്ക്വയർ പീസായി നമുക്ക് നമ്മുടെ ഹൽവ കട്ട് ചെയ്തെടുക്കാം.
ഒരുപാട് എണ്ണയോ നെയ്യോ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ ആണിത്. വെറ്റിലയുടെ നല്ല ഫ്ലേവർ നമ്മൾ സ്മെല്ല് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ യുണീക്കായിട്ടുള്ള ഹൽവ ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവരുടെ വീട്ടിലും അരിപ്പൊടി ഉണ്ടായിരിക്കും, അപ്പോൾ തേങ്ങാപ്പാലും അരിപ്പൊടിയും പിന്നെ കുറച്ച് വെറ്റില മാത്രം മതി, കുറച്ച് കാഷ്യൂ നട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.